പാത്രോ Oh my god! Blade! ബ്ലേഡ് അല്ലടി, ഇത് കത്രിയാണ്. അല്ല, അങ്ങളെ കയ്യമ്മ ചോരാണീ നീ. മൂക്കിന്റെ അകത്ത് കത്രിട്ട് നിക്കുമ്പോഴാണ് വന്ന് മൂസക്കായിന്ന് വിളിക്കല്. ഐ ആം റിയലി സോറി. ഗദ്ദ പതിവില്ലാത്തൊരു ഇംഗ്ലീഷ് ഒക്കെ ഇന്ന് മാത്രമൊന്നല്ല, ഇനി അങ്ങോട്ട് എന്നും ഇങ്ങനെ തന്നെ അയക്കൂ. അതിന്റെ തപ്പ അങ്ങനെ റിസ്മോനും റസിയും പറഞ്ഞ് ഇമ്മച്ചിക്ക് സ്റ്റാൻഡേർഡ് കുറവാണീ നീ. അല്ല, എനിക്ക് നേരത്തെ സ്റ്റാൻഡേർഡ് കുറവാണ്. നമ്മക്ക് മാത്രമൊന്നല്ല, നിങ്ങൾക്കും സ്റ്റാൻഡേർഡ് ഇല്ല നീ. നമ്മക്കില്ല. ഇല്ല, അതുകൊണ്ട് നമ്മക്ക് രണ്ടാക്കും സ്റ്റാൻഡേർഡ് വരാൻ വേണ്ടിട്ട് നമ്മൾ രണ്ടാളും ഇംഗ്ലീഷ് പഠിക്കണം എന്നാണ് റസിയ റിസ്മോനും പറഞ്ഞു. അല്ല, ഈ പഠിച്ചാ പോരെ, ഞമ്മള് പഠിക്കണോ? ആ പറ്റൂല, യു മസ്റ്റ് ലേൺ ഇംഗ്ലീഷ്. എന്താണ് നിങ്ങളും ഇംഗ്ലീഷ് പഠിക്കണോ? അജ്ജി പഠിച്ചു തുടങ്ങിയപ്പോളെ. പിന്നെ അല്ലാണ്ട് ഞാൻ 3 വയസ്സായി. അല്ല പത്തുവോ, ഇതെന്താ കുട്ടിയൊക്കെ ഇപ്പൊ ഇങ്ങനെ തോന്നായി? ആ ഉണ്ടല്ലോ മൂസക്കായെ, നാളെ റസിയന്റെ റിസ്മോന്റെ ചെങ്ങായിച്ചളും ചെങ്ങായിമാരും ഇവിടെ വന്നിണ്ടായിനെ. അന്നപ്പോ ഞാൻ ഓലോട് കൊറേ കിസകളൊക്കെ ചോദിച്ചിട്ടുണ്ടായിനെ. ഓല് പറയാണേ, നിങ്ങൾ ഉമ്മച്ചി ആട്ടേട്ടേട്ടെ കീഞ്ഞി പാഞ്ഞാലിഞ്ഞ് മാണ്ട കൊയമാന്തല് ഔലും കഞ്ഞിന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ലോക്കലാണ്. അന്റെ ഉമ്മ ലോക്കലാണേന്ന്. അത് സത്യാണ് പത്തോ, ഈ ഇടക്കിടക്ക് ഭയങ്കര ലോക്കലാണ്. ഈ എനിക്ക് തീരെ സ്റ്റാൻഡേർഡ് ഇല്ല. ഞാൻ മാത്ര ലോക്കല്, നിങ്ങൾ അന്നപ്പോ ഭയങ്കര ലോക്കല്. നിങ്ങളല്ലേ മാണ്ട മാണ്ട ബാത്തുവോ ബാത്തുവോ എന്നൊക്കെ വിളിക്കണേ. പാത്തോന്ന് എന്റെ പേരല്ലേ വിളിക്കണേ? പാത്തു നല്ലേ ഒഞ്ച പേര് ഫാത്തിമ CM എന്നല്ലേ. അത് ഞമ്മള് സ്നേഹം കൊണ്ട് വിളിക്കണല്ലേ പത്തോ. സ്നേഹം കൂടുമ്പോ അച്ചരം കുറയും. എന്താണെങ്കിലും നമുക്ക് ഇംഗ്ലീഷ് പഠിക്കണോ. റിസ്മോന്റെ റസിയന്റെ ഫ്രണ്ട്സുകൾ ഉപ്പച്ചി ഉമ്മച്ചി ഒക്കെ ഉണ്ടല്ലോ, ഭയങ്കര സ്റ്റാൻഡേർഡ് ആണോലെ. നമുക്കും ആ സ്റ്റാൻഡേർഡും ആണോ. നമുക്ക് ഇംഗ്ലീഷ് പഠിക്കണോ. അല്ല പത്തോ, നമ്മൾ ആദ്യം മാതൃഭാഷ എന്നെ ശരിക്കും ഒന്ന് പഠിക്കുക, എന്നിട്ട് പോരെ ഇംഗ്ലീഷ്. കൊഞ്ച മൂസക്കായ മാതൃഭാഷ ഞമ്മക്ക് അപ്പം ചുട്ടെടുക്കുമ്പോൾ ചുട്ടെടുക്കാം. ആ ഒരു പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ ഹിന്ദിയും ഇംഗ്ലീഷും നമ്മൾ പഠിക്കന്നമാണോ. അല്ലോ, ഹിന്ദിയുമാണോ? മാണോ പാത്തോ, ഈ ഇംഗ്ലീഷും ഹിന്ദിയും കാരണമാണ് 7ാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തി നമ്മൾ മീൻ പണിക്ക് ഇറങ്ങിയത്. അതറിയോ എനിക്ക്? മൂസക്കായി ഹിന്ദിന്ന് പറഞ്ഞാൽ നമ്മളെ രാഷ്ട്രഭാഷാണ്. അത് രാഷ്ട്രം പറഞ്ഞോട്ടെ, ഞമ്മള് പറയണോ? ഇവിടുത്തെ ബംഗാളികൾ വരെ ഹിന്ദി പറയില്ലേ. ബംഗാളികൾ ഓരോ ഭാഷയല്ല പറയല്, നമ്മളെ മലയാളം ഭാഷ പറയില്ലേ. മൂസക്കായ ഒന്നും പറഞ്ഞാ പറ്റൂല. എന്നാൽ ഇവിടെ ബംഗാളികൾ പണിയെടുക്കാൻ വന്നി. നമ്മൾ പറഞ്ഞ പണിയാണ് ഓലെടുത്തേ. ഓൽക്ക് തോന്നിയ പണിയെടുത്തിട്ടല്ലേ ഓല് പോയത്. പോരാത്തെ നിങ്ങളെ പറ്റിക്കുകയും ചെയ്ത്. കാരണം എന്തേത്താ ഓല് പറഞ്ഞ നമുക്കും മനസ്സിലായില്ല, നമ്മൾ പറഞ്ഞ ഓൽക്കും മനസ്സിലായില്ല. അതിക്ക് പറഞ്ഞ നേരട്ടെ പത്തോ. ഇപ്പൊ നമ്മള് നാട്ടിൽ നിറയെ ബംഗാളികളാ. ബാർബർ ഷോപ്പ് പോയാലും ഹോട്ടലിൽ പോയാലും ഒക്കെ ബംഗാളികളാ. കഴിഞ്ഞ ദിവസം ഞാൻ MIT ഇങ്ങനെ പോകുമ്പോ ഒരു ബംഗാളി വണ്ടി കണ്ട് തടഞ്ഞ്. എന്നിട്ട് എന്നോട് ചോദിക്കാണ് മച്ചലി ക്യാഹേന്ന്. ഓൻ പറഞ്ഞ തെറിയാണ് നമുക്ക് മനസ്സിലായിക്കുന്നത്. പക്ഷെ ഞമ്മക്ക് നേരമില്ലാത്തോണ്ട് നമ്മള് വണ്ടി എടുത്ത് പോയതാ. മൂസക്കായി ഓൻ തെറിയല്ല പറഞ്ഞത്. മച്ചലി ക്യാഹേന്നാ മീൻ എന്താന്നാ. മച്ചലി എന്ന് പറഞ്ഞ മീനേനി. പിന്നല്ലാണ്ട് അല്ലോ, ഞമ്മള് വിചാരിച്ച് മച്ചലി എന്ന് പറഞ്ഞ ഹിന്ദിയിൽ എന്തോ തെറി വയ്ക്കുന്നു. മച്ചലിക്ക് ഹിന്ദി പറയാ മീൻ ഇതല്ലേ. അല്ല, മീൻ ഹിന്ദി പറയാ മച്ചലി നല്ലേന്ന്. മലയാളവും ഹിന്ദി ഒക്കെ കൺഫ്യൂസൻ ആണ്. മൂസക്കായി, ഈ ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ പഠിക്കാൻ എളുപ്പമാണ്. നീ നമ്മളൊന്ന് മനസ്സ് വെച്ചാ മതി. അതാണ് വെക്കാൻ പറ്റാത്തത്. നിങ്ങൾ ഇംഗ്ലീഷ് നമ്മൾ പഠിപ്പിക്കും. റബ്ബേ, അയ്യോ, 4ാം ക്ലാസ് വരെ പഠിച്ച ഇയ്യാണ് നമ്മളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പോണേ. ഓ, വലിയ കളിയാക്കളൊന്നും വേണ്ട. ഇതില് 4 7 ഒന്നുമില്ല. മനസ്സ് വെച്ചാൽ എന്തും നമുക്ക് പഠിക്കാം. ഐ വിൽ ഷോ യു. എന്തു? ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. അല്ല, അപ്പൊ ഇപ്പോഴേ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങി? 3-4 ദിവസമായില്ലേ ഞാൻ തുടങ്ങിയിട്ട്. സമയം കിട്ടുമ്പോ റിസ്മോനും റസിയും ഒക്കെ ചിലതൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. പോരാത്തതിന് റസി ഒരു പുസ്തകം തന്നിക്കണ്. സ്പോക്കൺ ഇംഗ്ലീഷിന്റെ പുസ്തകം നോക്കട്ടെ. അങ്ങോട്ട് നോക്കി. മൂസക്കായി, അത്യാവശ്യം ഓരോ ഫ്രണ്ട്സുകളൊക്കെ പൊരയില് വരുമ്പോ തിരിച്ചു പറയാണ്ട് ഇംഗ്ലീഷ് നമുക്ക് അങ്ങോട്ട് പഠിച്ചാളണം. അല്ല പാത്തു, നമ്മൾ രാവിലെ മീൻ വിൽക്കാൻ പോയാ പിന്നെ വൈകുന്നേരമല്ല അങ്ങോട്ട് വരുന്നത്. ഈ ഫ്രണ്ട്സ് വരുമ്പോ ഇജ്ജല്ല ഇവിടെ ഉണ്ടാവണം. അപ്പൊ ഇജ്ജ് പഠിച്ചാ പോരെ. അന്നപ്പോ ഞായറാഴ്ച ആണോ ഓല് വരുന്നെങ്കിലോ? അല്ലോ, കുടുങ്ങൂല്ലേ? കുടുങ്ങൂ. അപ്പൊ പഠിച്ചാളല്ലേ. മൂസക്കായി, നിങ്ങള് മീൻ വിൽക്കാൻ പോകുമ്പോ ലേസ് ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചിക്കണ നല്ലതാണ്. എന്തിനാ പത്തുവോ? ബാക്കിയുള്ള മീൻകാരുടെ നിങ്ങൾക്ക് ഒരു ഗമാണ് അത്. അല്ല, അതിന് നമ്മളെ നാട്ടുകാർക്ക് നമ്മൾ പറയുന്ന ഇംഗ്ലീഷ് ഒക്കെ മനസ്സിലാവൂ. ഓ, ഇവിടുത്തെ കാര്യല്ല പറഞ്ഞത്. എന്തെങ്കിലും നിങ്ങൾ ഗൾഫിൽക്കൊക്കെ പോകുകയാണെങ്കിലോ? ഗൾഫിൽ പോയിട്ട് നമ്മൾ ഈ നാറി മീൻ കച്ചവടം ചെയ്യണമെന്നാ ഈ പറയണത്. അല്ല, 7ാം ക്ലാസ് വരെ പഠിച്ച നിങ്ങൾ ആർത്ത സെയ്ക്കാക്കൂ. അല്ല, സെയ്ക്കാക്കണ്ട പത്തു. എന്നാലും വേറെന്തെങ്കിലും പണിയെടുത്തൂടാടെ. നിങ്ങൾക്കേ അറിയാവുന്ന പണി മീൻ പണിയാണ്. ചെന്ന് നിങ്ങൾ MITന്റെ മോള് കോയ് മീനേന്നും പറഞ്ഞിട്ടൊന്നും നടക്കണ്ട. ഫിഷ് മാർക്കറ്റിൽ കോട്ടും സൂട്ടും ഇട്ടാട്ട് നിന്നാ മതി. മീൻ വാങ്ങാൻ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, വലിയ വലിയ ആൾക്കാരായിരിക്കും. അറബികളും ഷെയ്ഖുകളും ബിസിനസ്സുകാരും ഒക്കെ മാറി മാറി ഇങ്ങനെ വരും. ഓലോടൊക്കെ വർത്താനം പറയണെങ്കിലേ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയണം. ഇംഗ്ലീഷ് അല്ല, അതിന് പണിയുണ്ട് പത്തുവോ. നമ്മൾ ഈ മീൻ വെട്ടണ സെസലിൽ നിന്നാ പോരെ. അപ്പൊ പിന്നെ വർത്താനം പറയേണ്ടി വരില്ലല്ലോ. വല്ലാത്തൊരു മടിയൻ തന്നെ.
അത്രക്കും നിങ്ങൾക്ക് രണ്ടുപേരും ഇംഗ്ലീഷ് പഠിച്ചൂടാ? പഠിക്കല്ലേ? പഠിക്കണം. നിങ്ങളെ പുന്നാര മത്തിക്ക് എന്തേത്ത ഇംഗ്ലീഷ് പറയാനറിയോ? എന്തെടുത്താ? സാർഡെയിൻ. എന്തെടുത്തു? സാർഡെയിൻ. അതാ മത്തി. ആ. അപ്പൊ ഇംഗ്ലീഷുകാരൻ മത്തി സാർഡൈൻ ആണെന്ന്. അപ്പൊ അതിലൊക്കോ? മാക്രീൽ. മാക്രീൻ എന്ന് പറഞ്ഞ തവളല്ല പത്തു. മാക്രീൻ അല്ല, മാക്രീൽ. മക്രീൻ. എല്ലി എല്ലി. അപ്പൊ ചെമ്മീൻ എന്താ? പ്രൂൺസ്. ആ എങ്ങനെയുണ്ട്? നല്ല രസമില്ലേ? സാറായിക്കണേ. ഈ പിന്നെ മാന്തക്ക് എന്താ പറയാ? ടെങ്സ്റ്റീൻ. അതെന്താ അങ്ങനെ പറയണേ? തെങ്ങിന്ന് പറഞ്ഞ നാവല്ലേ? നമ്മളെ നാവോലെ എങ്ങനെ നീണ്ട് പരന്ന് കെടുക്കല്ലേ മാന്ത? അതുകൊണ്ട് ടെങ്സ്റ്റീൻ. യു സാർ പഠിത്തട്ട പത്തു പഠിക്കണത്. എന്താ രോമൻത ഇംഗ്ലീഷുകാരെ പേരുകളൊക്കെ? സാർഡെയിൻ, മാക്രീൽ, ടെങ്സ്റ്റീൻ, പ്രോൺസ്. അത് കേൾക്കുമ്പോ തന്നെ ഒരു രോമാഞ്ചം. നമ്മളെന്തേത്ത് അയില, മത്തി, മാന്ത, ചെമ്മീൻ അറപ്പാണ്. ഇനി നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി. എന്ത്? അയില, മത്തി, ചെമ്മീൻ, മാന്താന്ന് ഇംഗ്ലീഷില്. അല്ലോ പറയേ. സാർഡൈൻ, മാക്രീൽ, പ്രോൺസ്. ഓ ബാങ്ക് കൊടുക്കാനല്ല, ഞാൻ പറഞ്ഞു തരാം. സർജൻ മാക്രീൽ, ടെങ്സ്റ്റീൻ, പ്രോൺസ്. സർജൻ മാക്രീൽ, ടെങ്സ്റ്റീൻ, പ്രോൺസ്. അങ്ങനെയാണല്ലേ? പെണ്ണുങ്ങളൊക്കെ പാഞ്ഞു വന്ന് കൊട്ടേ കൈയിട്ട് വാരി പോവില്ലേ നിങ്ങളെ മീന്? അല്ല പത്തുവോ, അവിടെ നമ്മള് കൂന്നുള്ള കൂക്ക് എങ്ങനെ ഇംഗ്ലീഷ് കൂക്കുക? കൂക്കിന് അങ്ങനെയൊന്നുമില്ല. കൂക്കൊക്കെ എല്ലാ ഭാഷയിലും ഒന്ന് തന്നെ ആണല്ലേ? നമ്മളിപ്പോ ഇവിടെ എങ്ങനെ പശുവിൻ തൽക്കല് ഇംഗ്ലീഷുകാരും